കൊലയാളി റിപ്പർ ജയാനന്ദൻ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോലീസ് അകമ്പടിയിൽ ജയിലിൽ നിന്നെത്തി. മകളും മരുമകനും അഭിഭാഷകരാണ്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലായിരുന്നു വിവാഹം. ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ കാജിയാണ്. ഇന്നൊരു പൊളിറ്റിക്കൽ റിയാക്ഷനോ അങ്ങനെ ഒരു റിയാക്ഷൻ തന്നെയാണ്, പൊളിറ്റിക്കൽ റിയാക്ഷൻ അല്ല. നമ്മളുടെ നിയമം എവിടെയാണ് കിടക്കുന്നത്? കുറ്റവാളികൾക്കും കൊലപാതകങ്ങൾക്കും എന്തുമാത്രം സൗകര്യങ്ങളാണ് അതിനുശേഷം ജയിലിൽ എത്തിയതിനു ശേഷം അവർക്ക് കഴിയാനും, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരുടെ കോലങ്ങളും ജയിലിലേക്ക് പോകുന്നതിന് മുന്നുള്ള കോലങ്ങളുമാണ് ഞാനിവിടെ പറയുന്നത്. സൈഡിൽ ഞാനൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഒരാളുടെ കല്യാണ ഫോട്ടോ അല്ല അത്. 7 പേരെ തലക്കടിച്ച് കൊന്ന റിപ്പർ ജയാനന്ദന്റെ ഇപ്പോഴത്തെ കോലമാണ്. ജയിലില് എന്തുമാതിരി ഫുഡ് കൊടുത്തിട്ടാണ് നമ്മുടെ നിയമം ഇമാതിരി കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് എന്ന് ഇതിലൂടെ, ഇയാളുടെ കോലത്തിലൂടെ ഇയാൾക്ക് പരോൾ അനുവദിച്ചു. എന്തിനും മകളുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പരോൾ അനുവദിച്ചു. ഇയാള് എന്താ പറയുക, ആർക്കോ മുന്നേ ഭൂജാതനായി പരനാറി തലക്കടിച്ച് കൊന്ന 7ഓളം പേർക്ക് മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അവർക്ക് ആ മരിച്ചവരുടെ ജീവൻ ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത നമ്മളുടെ നിയമവ്യവസ്ഥിതി. അതാണ് ഞാൻ പറയണത്. എന്നിട്ട് ഇയാള് 7 പേര്, അതും ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികര്, കുറച്ച് പ്രായമായിട്ട് ചിലവരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുമല്ലോ, മക്കളൊക്കെ പുറമേ ഉള്ളവര്, ദുബായില്, UK ഇങ്ങനെയുള്ള ആൾക്കാരുടെ മക്കളുടെ വീട്ടിൽ താമസിക്കുന്ന അമ്മേനെ തലക്കടിച്ച് കൊന്ന കളയുക. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള കോലം ഇപ്പോഴത്തെ ഉണ്ട്. ഞാൻ ത്രൂ ഔട്ട് കാണിക്കുന്നുണ്ട് ആ ഫോട്ടോ. അതിൽ കാണിക്കുന്നുണ്ട് ജയിലിൽ പോകുന്നതിന് മുന്നേ മഹാനായ റിപ്പർ ജയാനന്ദന്റെ കോലം, അതിനുശേഷം പരോൾ അനുവദിച്ച് മോളുടെ കല്യാണത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന ആ പരനായിന്റെ മോന്റെ കോലവും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ എനിക്കൊക്കെ തോന്നുന്നത് എന്താണെന്നറിയോ, കാരണം നമ്മളെ നിയമം പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്. കാരണം 10 പേരെ തട്ടിയാലും ജയിലിൽ പോയാൽ ഇമാതിരി ഫുഡ് അടിച്ച് സുഖമായിട്ട് ജീവിക്കാം. ഇനി കുടുംബത്തിലെ എന്തെങ്കിലും പരിപാടികളോ കാര്യങ്ങളുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും, സുഖമായിട്ട് പോയിട്ട് വരാം. ആർക്കും ആരെയും കൊല്ലാം. പണ്ടൊരു ചൊല്ലുണ്ട്, ഏതൊരു വക്കീലും 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആർക്കും ആരെയും തട്ടാന്ന്. ഇവിടെ എങ്ങനെയാണ്? നമ്മളെ നിയമം കൂടെ ഉണ്ടെങ്കിൽ ആർക്കും എന്ത് തിണ്ടിത്തരവും കാണിക്കാം, ആർക്കും ആരെയും കൊല്ലാം. ഇതില് ഇപ്പൊ നമ്മൾ നിയമം കൊടുക്കുന്നത് പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് കുറ്റവാളികൾക്ക്. ഇജ്ജ് കൊന്നിട്ട് വാടാ. മറ്റേ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, കണ്ണൂർ ജയിലിൽ ആൺകുട്ടികൾക്കുള്ള ഇജ്ജ് പോയിട്ട് വാന്ന്. അതേപോലെയാണ്, ഇജ്ജ് കൊന്നിട്ട് വാടാ. നമ്മളെ നിയമം നിങ്ങൾ പൊന്നു പോലെ കൊണ്ട് നടക്കും എന്നാണ് ഈ നിയമത്തിലൂടെ. കാരണം ഒരു കാര്യം എന്താ വെച്ചാല്, ഈ ലൂപ്പ് പോയിന്റ് ആണ് ഇമാതിരി ക്രിമിനൽസിന്. നമ്മുടെ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ച ഒരു പ്രതി ആണ് ഇയാള്. പക്ഷേ സുപ്രീം കോടതി ആ വധശിക്ഷ മരയിപ്പിച്ചു. അത് ജീവപര്യന്താക്കി കൊടുത്തു. സുഖമായിട്ട് അവനിപ്പോ തിന്ന്, അല്ലെങ്കിൽ എന്ന് മണ്ണിന്റെ അടി പോകണമെന്ന പുന്നാര മോനാണ് ഇപ്പോ തിന്ന് ഗ്ലാമറായിട്ട് മോളുടെ കല്യാണം കൂടി നടക്കുന്നതെന്നാണ് നമ്മളെല്ലാരും ചിന്തിക്കണത്. ഇതിപ്പോ നമ്മളെ നിയമം കൂടി ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം. എനിക്കിപ്പോ ഭയങ്കര ധൈര്യമാണ്. 2 പേരെ തല്ലിക്കൊന്നിട്ട് നേരെ ജയിലിൽ പോയിട്ട് തിന്ന് സുഖമായിട്ട് കിടക്കുക. അവിടെ ജോലി ചെയ്ത അതിന്റെ ശമ്പളവും ഉണ്ട്. എന്ത് രസമായിട്ടാണ് നമ്മള് നിയമസ്ഥിതി കുറ്റവാളികളെ വളർത്തുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. കാരണം ഞാൻ സാധാരണ പൊളിറ്റിക്കൽ റിയാക്ഷൻ ആയിട്ടാണല്ലോ വരിക. ഇന്ന് ഞാൻ ഒന്നും വേണ്ട എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഫോട്ടോ എനിക്ക് കാണുന്നത്. ഞാൻ നോക്കി, ഏതാണ് ഈ സാധനം വടൂരി? ആദ്യത്തെ കോലത്തില്. പിന്നെയാണ് ഇപ്പുറത്ത് കല്യാണ ചെക്കനെ പോലെ സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടി അടിഞ്ഞൊരുങ്ങി നിൽക്കുന്ന റിപ്പർ ജയാനന്ദനെ കാണണ്ടേ. ഇപ്പൊ ഇയാളുടെ കോലവും നമ്മളുടെ നിയമവും ഏത് രീതിയിലാണ് ക്രിമിനൽസിനും കുറ്റവാളികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നതുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം. കാരണം ഞാൻ ഒരാൾ മാത്രം നമ്മള് വീഡിയോ ഇട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി നമ്മളെ നിയമത്തിലൊന്നും മാറൂല. ഇത് കുറ്റവാളികൾക്ക് വേണ്ടി മാത്രമുള്ള നിയമമാണ് നമ്മളെ നാട്ടിലുള്ളത്.
നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നോർത്തിലും കാര്യങ്ങളൊക്കെ ഒരു ജഡ്ജിനെയും ഇപ്പൊ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ വെടിവെച്ച് കൊല്ലുന്ന, അല്ലാത്തവരെയും കൊല്ലുന്ന എല്ലാം ചെയ്യുന്നു. പക്ഷെ നിയമം ഇവരെ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഇന്ത്യയിലെ എത്ര പേര് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അവർക്ക് ഇനി ലൂപ്പ് പോയിന്റ്സ് കിടക്കുകയാണ്. ഇപ്പൊ റിപ്രജയാണെന്ന് തന്നെ മരയിപ്പിച്ചു, ജീവപര്യന്താക്കി വിട്ടു. ആ പുന്നാര മോനെങ്ങാനും നാട്ടിവിട്ട പഴയ ഇതിന്റെ ഊർജത്തിന്റെ പുറത്തിറങ്ങിയിട്ട് അവരാദ്യം ചെല്ലെന്താ അറിയ ചെയ്യെന്താന്നറിയ എനിക്ക് തോന്നുന്നത്, അവിടെയുള്ള ജയിലേഴ്സിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള പ്രായമായ അച്ഛനമ്മേനെ തല്ലിക്കൊല്ലും. അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇവന്റെ ഫോട്ടോ ഇപ്പത്തെ കണ്ടല്ലോ, എന്നെങ്കിലും പരോളിലോ, കാരണം നമ്മളെ നിയമം പരോള് കൊടുക്കും, എന്തെങ്കിലും ഇറങ്ങണമെങ്കിൽ പൊതുജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുത്ത് തല്ലിയ കൊല്ലുക. ഇവൻ എങ്ങനെയാണോ കൊന്നിരുന്നത് ആൾക്കാരെ തലക്കടിച്ച്, റിപ്പർ ജയാനന്ദൻ എന്നാണല്ലോ ഓമനപ്പേര് തന്നെ. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്കും നമ്മളുടെ പകുതിയും നമ്മളുടെ ഉള്ളിലും റിപ്പർ ജയാനന്ദൻ ഉറങ്ങി കിടക്കുന്നുണ്ട്, തലക്കടിച്ചിട്ടുണ്ട് കൊല്ലുക. അല്ല, എനിക്ക് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവന്റെ ഈ കോലും കാര്യങ്ങളും ഇവനക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസും എല്ലാം കാണുമ്പോൾ ഇവൻ കാരണം മരണപ്പെട്ട ആ പ്രായമായ സ്ത്രീകളോ വീട്ടുകാരും ഉണ്ടല്ലോ, അവരുടെ മക്കൾക്കൊക്കെ എന്ത് സങ്കടം ഉണ്ടാവും, അവരെ സ്നേഹത്തിനൊക്കെ എന്ത് വിലയാണ് അവർക്ക് കിട്ടിയത്. ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളെല്ലാവരും, ഞാനിതിപ്പോ ഒന്ന് പറയാൻ കാരണം, നിങ്ങളെല്ലാവരും കാണണം നമ്മളെ നിയമം ക്രിമിനൽസിനെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്. ആർക്കും ആരെയും കൊല്ലാം എന്ന് കരുതി ആരും കൊല്ലാൻ പോകണ്ട. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പൊ എന്താണ്, എന്തായാലും റിപ്പർ ജയാനന്ദന് ജയിലിൽ സുഖമായിരിക്കട്ടെ, ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ. നമ്മളെ റിപ്പർ ജയാനന്ദൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന നമ്മളുടെ നിയമവ്യവസ്ഥിതിക്ക് നമോഭാഗം. പുന്നാര മക്കളെ, ആരാണെങ്കിലും ശരി, എത്ര ആണുങ്ങൾ പുറത്തുണ്ട്, ജയിലിലുണ്ട്, ഒന്ന് പെരുമാറുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ന്യൂസ് പ്രതീക്ഷിക്കാമല്ലോ, റിപ്പർ ജയാനന്ദൻ ജയിലിൽ തൂങ്ങി മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഹൃദയ സ്തംഭനം മൂലം റിപ്പർ ജയാനന്ദൻ മരണപ്പെട്ടു എന്നൊരു ന്യൂസ് ഒക്കെ വരുമ്പോ എത്ര പേര് സന്തോഷിക്കും, എത്ര പേര് സങ്കടപ്പെടും. അതൊന്ന് ജസ്റ്റ് സങ്കടപ്പെടുന്ന ആരും സങ്കടപ്പെടാനൊന്നും ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള റിപ്പർ ജയാനന്ദന്റെ ഇപ്പോഴത്തെ കോലവും നമ്മളുടെ നിയമം കുറ്റവാളികൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം, അത് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് പറയട്ടോ. എന്താണ് സ്കീം എന്നൊന്നും അറിയണ്ടേ. എന്നാലും എൻ്റെ റിപ്പർ ജയാനന്ദ ജയിലിൽ ബ്യൂട്ടി പാർലർ ഉണ്ടോന്നാണ് ഞാൻ നോക്കണത്. ചങ്ങായി എന്ത് പൊരിഞ്ഞ് ഗ്ലാമറായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല, മുമ്പ് വേട്ടാവളിയന്റെ വയറ്റ് ഉള്ളിൽ പോയെന്ന് അറിയണം. എന്താണെങ്കിലും നാളെ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് വരാം. ഇന്നിത് പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ഓടിച്ചാടി വന്നതാ.